ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നിവിടെ കട്ട് ചെയ്യാൻ പോണത് ഒരു സാരി കൊണ്ടൊരു ഫ്രോക്കാണ് കേട്ടോ. ഒരു ഫ്രോക്കെന്ന് വെച്ചാൽ ഒരു 54 ഇഞ്ച് ഇറക്കമുള്ളൊരു ഫ്രോക്ക്. അപ്പോൾ ഇത് സാരീൻ്റെ ബ്ലൗസ് പീസിൻ്റെ ഭാഗമാണ്. അപ്പോൾ അത് ഞാൻ ഈ ഭാഗം കട്ട് ചെയ്തിട്ട് ഇനി കയ്യിന് കൊടുക്കാനാണ്. ഇത് മുൻവശത്തേക്കാട്ടോ ഞാൻ ഈ ഭാഗം എടുക്കുന്നത്, ഈ മുന്താണിൻ്റെ ഈ ബ്ലൗസിൻ്റെ ഭാഗം, വർക്കുള്ള ഭാഗം. അങ്ങനെ ഒരു 15 ഇഞ്ച് ഇറക്കം വേണം യോക്കിന്. അപ്പോൾ അതിന് 16 എടുത്തു. ഇനി ചെസ്റ്റിൻ്റെ അളവ് 37 ഇഞ്ചാണ് ചെസ്റ്റിൻ്റെ അളവ് കിട്ടിയത്. അപ്പോൾ ഈ 37ക്ക് 4 ഇഞ്ച് കൂടിയും കൂട്ടിയിട്ട് 41 ഇഞ്ചാണ്. അത് 4ആയിട്ട് വീതിച്ചിട്ട് അതിൻ്റെ ഒരു ഭാഗമാണ് ഇപ്പോൾ ഞാൻ ഇവിടെ അളക്കുന്നത്. അപ്പോൾ ഒരു 11 ഇഞ്ച് കേട്ടോ. ഇനി ഞാൻ ബാക്ക് പീസും കൂടി ഇതുമേ തന്നെ ചെയ്യാം. ബാക്ക് പീസും ഇത് മുൻ പീസും ബാക്ക് പീസും ആയിട്ടോ രണ്ട്. ഇത് യോക്കാണ് കേട്ടോ. ഇവിടുന്ന് നമ്മൾ താഴേക്ക് വേറെ ഫ്രോക്കിനുള്ള വേറെ കൊടുക്കുക ചെയ്യുക. ഇനി ഇതിന് ഞാൻ കഴുത്തിൻ്റെ അളവെടുക്കുക. കഴുത്തിന് ഒരു 6 ഇഞ്ചാണ് മുൻകഴുത്തിന്. ഞാൻ മുന്നത്തെ കഴുത്തിന് 6 ഇഞ്ചാണ് ഇറക്കെടുക്കുന്നത്. അതുപോലെ ബാക്ക് പീസിന് ഞാൻ ഒരു 3.5 ഇഞ്ച്. പിന്നെ കഴുത്തിൻ്റെ വൈഡ് ഒരു 2.5. പിന്നെ ഷോൾഡർ എടുക്കുമ്പോൾ നമ്മൾ ഷോൾഡറിൻ്റെ പകുതി എടുക്കുക. ഷോൾഡറിനൊരു 12 ഇഞ്ചിൻ്റെ ഷോൾഡറാണ് വെച്ചാൽ 6 ഇഞ്ച് 6.5 ഒക്കെ എടുക്കുക. അപ്പോൾ അവിടെ എന്താ കൈക്കുഴി 6 ഇഞ്ച് എടുത്തു. പിന്നെ അങ്ങനെ അതിൻ്റെ നേർ പകുതിയാണ് ഞാൻ പോയിൻ്റ് ചെയ്യുന്നത്. ഇവിടെയും പകുതി പോയിൻ്റ് ചെയ്യും ഈ ഭാഗത്തേക്ക്. അപ്പോൾ എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് നന്നാക്കി ഇങ്ങനെ ഒന്ന് ഇങ്ങനെ ആം ഹോൾ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക, വരച്ചു കൊടുക്കുക. ഇത് കഴുത്തിൻ്റെ ഭാഗമാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ്. അപ്പോൾ ഇത് നമ്മൾ കട്ട് ചെയ്യാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതിന് നമുക്ക് ലൈനിങ് കൂടിയും കട്ട് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇതിൻ്റെ നമ്മളെ ടൈറ്റിൻ്റെ ഭാഗം ഒരു 1/2 ഇഞ്ച് നമ്മളിങ്ങനെ ക്രോസിൽ കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. ചെസ്റ്റിൻ്റെ അതിനേക്കാൾ ഒരു 1/2 ഇഞ്ച് കുറച്ചിട്ട് താഴെ കട്ട് ചെയ്ത് മാറ്റുക. ഇതിന് ലൈനിങ് കൂടി എടുത്തിട്ടാണ് ഇനിയിപ്പോൾ അതൊക്കെ ലൈനിങ് എടുക്കുകയാണ്. അപ്പോൾ ലൈനിങ് കൂടി അതുപോലെ തന്നെ കട്ട് ചെയ്യുക കേട്ടോ. ലൈനിങ് അതുപോലെ 4ആയിട്ട് മടക്കുക. നാലായിട്ട് മടക്കിയിട്ട് നമ്മൾ മുൻപീസ് മാത്രം എടുക്കുക. എന്നിട്ട് അതുപോലെ നല്ല ശ്രദ്ധിച്ച് മടക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ആവാതെ ശ്രദ്ധിച്ചിട്ട് ഇങ്ങനെ മടക്കി വെക്കുക. ഇനി നമ്മൾ യോക്കിൻ്റെ താഴേക്കുള്ള നമ്മളെ സാരി കൊണ്ട് അടിഭാഗത്തേക്കുള്ള പീസാണ് എടുക്കുന്നത് കേട്ടോ. അപ്പം ഇതിൻ്റെ മുന്താണി ഭാഗമാണ്. അപ്പോൾ മുന്താണി ഭാഗം ഞാനത് കട്ട് ചെയ്ത് മാറ്റുകയാണ്. അത് എന്തിനെങ്കിലുമൊക്കെ തയ്ച്ച് കൊടുക്കാൻ പറ്റുന്നൊരു ഭാഗമാണ്. അപ്പോൾ എന്തും ചെയ്യുക, കുട്ടികൾക്ക് ഫ്രോക്ക് അടിക്കണതിനൊക്കെ വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ അടിയിലേക്കുള്ള ഭാഗം നമ്മൾ എങ്ങനെ ചെയ്യണമെന്ന് അറിയോ? അതായത് അംബ്രല്ല കട്ടിങ്ങിൻ്റെ അതാണ് ഞാൻ എടുക്കുന്നത്. അതായത് നമ്മൾ യോക്കിൻ്റെ ഭാഗത്തേക്ക് വീതി കുറഞ്ഞിട്ടും അടിഭാഗത്തേക്ക് വീതി കൂടിയിട്ടുള്ള ഒരു പീസാണ് ആദ്യം കട്ട് ചെയ്തത്. 84 ഇഞ്ചാണ് മൊത്തം. അതിൽ ഈ 84 ഇഞ്ചിൽ നമ്മൾ പിന്നെ ഒരു യോക്കിൻ്റെ ഇറക്കം കുറക്കണ്ടേ, 15 ഇഞ്ച് കുറക്കണം.
അപ്പോൾ എത്രയാണ്? അപ്പോൾ 40 ഉണ്ടാവില്ലേ? 40. അപ്പോൾ 40 ഇഞ്ചാണ് ഞാൻ ഇതിൻ്റെ ഇറക്കെടുക്കുന്നത് കേട്ടോ. 40 ഇഞ്ച് ഇറക്കെടുത്തിട്ട് ഇത് സാരി ലൈന് കീപ്പിട്ടുള്ള ഇങ്ങനെ എടുക്കണം കേട്ടോ. മറ്റേ ക്രോസ് കട്ടിങ് ഇതിന് പറ്റില്ലല്ലോ. അപ്പം 40 ഇഞ്ചിൽ ഞാനിങ്ങനെ മാർക്ക് ചെയ്തു. അപ്പോൾ നമുക്ക് വെട്ടാൻ സുഖത്തിന് നമ്മൾ താഴെ എത്രയാണോ അളവ് നോക്കുക, മാർക്ക് ചെയ്ത്. അപ്പോൾ 4 ഇഞ്ച്, അപ്പോൾ 4 ഇഞ്ച് അങ്ങനെ മാർക്ക് ചെയ്ത് നമുക്ക് വെട്ടാൻ സുഖം. മറ്റേ മുകളിൽ നിന്നേ അളവെടുത്ത് വരണ്ടേ. അപ്പം അത് സുഖമായിട്ട് ഇങ്ങനെ 4 ഇഞ്ച് 4 ഇഞ്ച് ഇങ്ങനെ അളവെടുത്തിട്ട് അങ്ങനെ കട്ട് ചെയ്യാം. ഇതിങ്ങനെ കട്ട് ചെയ്തിട്ട് നമുക്ക് ഇതിൽ ഒരു എത്രയാണോ വേണ്ടത് അതുവരെ എടുത്താൽ മതി, അതുവരെ കട്ട് ചെയ്താൽ മതി. അപ്പോൾ എനിക്ക് ഞാൻ കുറച്ച് ഭാഗം എടുത്തിട്ട് ഞാനിങ്ങനെ ഒരു ഭാഗത്തുനിന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇനിയിപ്പോൾ ഇവിടുന്ന് കട്ട് ചെയ്ത് നോക്കട്ടെ. അപ്പോൾ ബാക്കിയുണ്ടെങ്കിൽ പിന്നെ കട്ട് ചെയ്താൽ മതി, പീസ് ഒഴിവാക്കിയാൽ മതിയല്ലോ. ഞാനവിടെ താഴെ മുകളിലൊക്കെ ആയിട്ട് എത്ര ഇടാം, 15 ഇഞ്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 15 ഇഞ്ച് മുകളിലും എടുക്കുക, 15 താഴെ എടുക്കുക. എന്നിട്ട് അത് നേരെ ഒന്ന് മടക്കുക. എന്നാലും നമുക്ക് മുകൾ ഭാഗം പീസ് വീതി കുറച്ചും അടിഭാഗം വീതി കൂട്ടിയെടുക്കാൻ പറ്റുന്നൊരു ഇതിൽ അങ്ങനെ. അപ്പം 7 ഉണ്ടാവും കേട്ടോ മുകൾ ഭാഗത്ത്, അടിഭാഗത്ത് 7 ഉണ്ടാവും മടക്കി വെക്കുമ്പോൾ. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യണം, 7 ഒന്നും വേണ്ടില്ല, അപ്പോൾ ഒരു 3.5 ഒക്കെ എടുക്കുക. 3.5 3 എടുത്താലും മതി. 3 എടുത്താലും അടിഭാഗം പിന്നെ ഫുള്ള് ഈ അളവ് തന്നെ വേണം. അത് മനസ്സിലാവാനാണ് ഇങ്ങനെ കട്ട് ചെയ്ത് കാണിച്ചു തരുന്നത്, മടക്കിയിട്ട് കട്ട് ചെയ്ത് കാണിച്ചു തരുന്നത്. മേശ വീതി കുറവല്ല, ക്യാമറ വെച്ചതുകൊണ്ട് ഫുള്ള് കാണിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെക്കും മുകൾ ഭാഗം വീതി കുറഞ്ഞിട്ടും അടിഭാഗം വീതി കൂടിയിട്ടും. ഇനി കട്ട് ചെയ്യാൻ പോണത് അതായത് നേരത്തെ വെട്ടിയതിൻ്റെ നേരെ വിപരീതമായിട്ട് വെട്ടണം. അപ്പോൾ നമുക്ക് തുണി ഒരുപാട് ലാഭിക്കാം. അതായത് നേരെ വിപരീതം എന്ന് പറഞ്ഞാൽ നേരത്തെ വെട്ടിയത് ഒരു ചെറിയ പീസ് ഭാഗമല്ലേ, ചെറിയ വീതി കുറഞ്ഞ ഭാഗം നേരെ ഇങ്ങോട്ട് മാറ്റി വെക്കുക. അപ്പോൾ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് ക്രോസിൽ വെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് തുണി ലാഭിക്കാം. അങ്ങനെ ഇത് ഞാൻ അതുപോലെ തന്നെ അളവെടുത്തിട്ട്, അതായത് കണ്ടോ, നേരത്തെ അവിടെയായിരുന്നു വീതി കുറഞ്ഞത്, ഇപ്പോൾ ഈ ഭാഗത്താണ് വീതി കുറഞ്ഞത്, അത്രേ വ്യത്യാസമുള്ളൂ. എന്നാലും അളവ് വേണം കേട്ടോ, അല്ല ഞാൻ ഒരേ അളവാവില്ല. ഇങ്ങനത്തെ ഒരു 4 പീസ് 5 പീസ് വേണം കേട്ടോ, എന്നെങ്കിലേ നമ്മൾ യോക്കിൻ്റെ അതേ വീതിയിലേക്ക് വരുള്ളൂ. അപ്പോൾ 2 പീസ് വെക്കുമ്പം ഉണ്ട്, പക്ഷെ അത് അടിച്ച് വരുമ്പോൾ തികയില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു 5 പീസ് ഇതേപോലെ എടുക്കുന്നുണ്ട്. ഇതിപ്പോൾ കറക്റ്റാണ്, യോക്കിൻ്റെ ഭാഗമാണത്. അപ്പോൾ അത് കറക്റ്റാണ്, പക്ഷേ അടിച്ചൊക്കെ വരുമ്പോൾ അത് തികയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പിന്നെ അടിക്ക് കുറച്ചുകൂടി ലെയർ വേണം, അതുകൊണ്ട് ഇത്രയും ലെയർ പോരാ. അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടി ലെയർ കിട്ടാനും വേണ്ടിയിട്ട് ഞാൻ ഒരു പീസും കൂടി എടുത്തിട്ട് മുകൾ ഭാഗം കുറച്ചും കൂടി ചെറുതാക്കി കൊടുക്കും വീതി. അപ്പം കറക്റ്റാവും. അങ്ങനെ 5 പീസ് എടുക്കുക. ഇനിയിപ്പോൾ നമ്മൾ കൈ വെട്ടിയിട്ടില്ലല്ലോ, അപ്പം ഇനി കൈ വെട്ടാൻ വിചാരിച്ചു. കൈ എനിക്കിവിടെ 22 ഇഞ്ച് ഇറക്കമുള്ളൊരു കൈയാണ് വേണ്ടത്. ഫുൾ കൈയാണ്, അടിഭാഗം അലാസ്റ്റിക് വെക്കാനാണ്.
അപ്പോൾ അതിനൊക്കെ അനുസരിച്ച് 22 ഇഞ്ചിലൊരു 24 ഇഞ്ചൊക്കെ എടുക്കണമെന്നെങ്കിൽ നമുക്ക് അലാസ്റ്റിക് അടിഭാഗത്ത് വെക്കുമ്പോൾ വീതി കുറയാതെ കിട്ടുള്ളൂ. കണ്ടോ 24 വേണം ശരിക്ക്. ഇരുപത്തിരണ്ട് പിന്നെ ഞാൻ കയ്യിൻ്റെ അടിഭാഗം ഒരു 3.5 ഇഞ്ച് എടുത്തിട്ടുണ്ട്. കൈക്കുയിൻ്റെ ഭാഗം 3.5 ഇഞ്ച് താത്തി കൊടുത്ത് അവിടെ താഴെ ഒരു അലാസ്റ്റിക് വെക്കുന്നതുകൊണ്ട് കുറച്ച് വീതിയിലെടുത്ത് കേട്ടോ. വീതിയിൽ ചെറിയ 7 ഇഞ്ചൊക്കെ എടുത്തിട്ടുണ്ട് താഴെ. അങ്ങനെ ഇനി ഇതിന് നമുക്ക് ലൈനിങ് കൂടി വെട്ടാം, അത്രയേ ഉള്ളൂ. പിന്നെ ഇനിയിപ്പോൾ ലൈനിങ് അതായത് ഫ്രോക്കിൻ്റെ അടിഭാഗത്തേക്കുള്ള ലൈനിങ് കേട്ടോ കട്ട് ചെയ്യുന്ന. ലൈനിങ്ങും നമ്മൾ കട്ട് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ്. അതായത് ക്രോസിലിങ്ങനെ വീതി മുകളിലേക്ക് വീതി കുറച്ച് താഴേക്ക് വീതി കൂട്ടി അങ്ങനെ ചെയ്യാൻ നിർത്തി. ഇത് ഞാൻ ക്രോസിൽ കിട്ടുമോ നോക്കാൻ വേണ്ടിയിട്ടൊന്ന് അളന്ന് നോക്കി, അപ്പോൾ കിട്ടൂല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നേരെ തന്നെ മറ്റേ ചെയ്ത പോലെ തന്നെ ചെയ്യാൻ നിർത്തി. 2 മീറ്ററിലാണ് ഞാനിത് തുണി എടുത്ത് മാറ്റി. 2 മീറ്ററിൻ്റെ ഒരു ലൈനിങ് തുണി എടുത്ത് മാറ്റിയിട്ടാണ് അടിയിക്കുള്ള ഭാഗത്തേക്ക് കൊടുക്കാൻ. ഇതും അതുപോലെ നമ്മൾ പിന്നെ ക്രോസ് നേരെ മടക്കിയിട്ട് അത് ഇപ്പോൾ ലൈനിങ് ആയതുകൊണ്ട് കൂട്ടി വെട്ടാം. അപ്പോൾ എത്രയാണോ അളവുള്ളത് വെച്ചാൽ അത് ഒന്നുകൂടി മടക്കിയാൽ എത്ര ഉണ്ടാവും നോക്കുക. അങ്ങനെ മടക്കിയിട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ വീതി കുറച്ചിങ്ങനെ എടുത്താൽ മതി, ഒറ്റയടിക്കന്നെ വെട്ടാലോ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഇതാ അളവൊക്കെ നോക്കുന്നത് എന്താ വെച്ചാൽ നമുക്ക് യോക്കിന് കറക്റ്റാക്കി വരണേ, ലൈനിങ്ങും അതുപോലെ വരണം, എന്നെങ്കിൽ അവിടെ ചുരുക്കില്ലാതെ നമുക്ക് തയ്ക്കാൻ പറ്റുള്ളൂ. ഇവിടെ കൂട്ടിയെടുത്താണ്, വേണമെങ്കിൽ നമുക്ക് ചുരുക്കി കൊടുക്കാം. എല്ലാം ഇങ്ങനെ കൂട്ടി വെട്ടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. നിങ്ങൾ ഫസ്റ്റായിട്ടൊക്കെ വെട്ടുമ്പോൾ ഓരോന്നോരോന്നെ വെട്ടിക്കൊള്ളുന്നുണ്ട്. കൂട്ട് വെട്ടുമ്പോൾ ഉള്ളിൽ ഇപ്പോൾ കണ്ടില്ലേ കുടുങ്ങി കിടന്ന പോലെയൊക്കെ കുടുങ്ങി കിടന്നാലാകെ പണിയാവും. അപ്പം അതുകൊണ്ട് ഇങ്ങനെ ശ്രദ്ധിച്ച് വെട്ടിക്കൊണ്ട്. പിന്നെ ഇതിപ്പോൾ ഇങ്ങനെ വെട്ടിയിട്ടുണ്ടാക്കിയിട്ടുണ്ടെങ്കിലും നമ്മൾ അരഭാഗത്തെ വീതി ഞാൻ കുറക്കും, എങ്കിലേ ഇപ്പം നമുക്ക് കറക്റ്റായിട്ട് ചുരുക്കില്ലാതെ അവിടെ തയ്ച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് മുകൾ ഭാഗം ഞാൻ കുറച്ച് ചെറുതാക്കി കൊടുക്കാം കേട്ടോ. അങ്ങനെ ലൈനിങ് ആയതുകൊണ്ട് ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം. പക്ഷേ നല്ല തുണി അങ്ങനെ ചെയ്യരുത്, അപ്പോൾ അതിൻ്റെ വർക്കും കാര്യമൊക്കെ വ്യത്യാസം വരും. അപ്പം ഇത്ര ഉള്ളഞ്ഞ് ഞാനിത് നല്ലോണം തയ്ച്ചിട്ട് കാണിച്ചു തരാം. ഇത് അതിൻ്റെ അടിഭാഗത്തേക്ക് കൊടുക്കാൻ ഞാൻ കുറച്ച് ലൈസ് വാങ്ങി വെച്ചതാണ് കേട്ടോ. ഇത് കയ്യിനും കൊടുക്കും. ഇനി ഇട്ടിട്ട് കാണിച്ചു തരാം അത് തയ്ച്ചിട്ട്. എന്താ ഫ്രോക്ക് റെഡിയാണ്.